സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ഒളിമ്പിക്സിലെ ക്രൈസ്തവ നിന്ദയ്ക്കെതിരെ യൂറോപ്യൻ കമ്മീഷനും UN-നും പരാതി. മാഡ്രിഡ്. ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ അന്ത്യ അത്താഴത്തെ അവഹേളിച്ച് നടന്ന ക്രൈസ്തവ നിന്ദയ്ക്കെതിരെ യൂറോപ്യൻ കമ്മീഷനും UN-നും പരാതി സമർപ്പിച്ച് സ്പാനിഷ് സംഘടന. ക്രിസ്ത്യൻ ലോയേഴ്സ് സ്പാനിഷ് ഫൗണ്ടേഷനാണ് ഫ്രാൻസിനെതിരെ യൂറോപ്യൻ കമ്മീഷനും UN-നും പരാതി നൽകിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ മൗലികാവകാശങ്ങളുടെ ചാർട്ടറിലെ നിരവധി ഭാഗങ്ങൾ ഷോ ലംഘിച്ചുവെന്ന് അധികാരികൾക്ക് നൽകിയ പരാതിയിൽ സംഘടന ആരോപിച്ചു. ആർട്ടിക്കിൾ 10 ചിന്തയുടെയും മനസാക്ഷിയുടെയും മതത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആർട്ടിക്കിൾ 22 സാംസ്കാരികവും മതപരവും ഭാഷാപരവുമായ വൈവിധ്യങ്ങൾ സംരക്ഷിക്കുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നതെന്നും ഫ്രാൻസ് ഇതിനെയെല്ലാം ലംഘിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ഇതിനിടെ പാരീസ് ഗെയിംസിന്റെ സംഘാടകർക്കെതിരെ 100,000-ലധികം ആളുകൾ ഒപ്പുവെച്ച പരാതി സ്വിറ്റ്സർലൻഡിലെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനത്ത് സമർപ്പിച്ചു. ഫ്രാൻസിലെ ഒളിമ്പിക് ഗെയിംസിൽ ക്രൈസ്തവ അവഹേളനത്തിൽ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ അടുത്ത ഒളിമ്പിക്സ് ഗെയിംസിലും അത് ആവർത്തിക്കുമെന്ന് സ്പാനിഷ് ലീഗൽ എൻറ്റിറ്റിയുടെ പ്രസിഡന്റായ പൊളോണിയ കാസ്റ്റലോണസ് മുന്നറിയിപ്പ് നൽകി. ഫ്രാൻസിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് ഈശോയുടെ അന്ത്യ അത്താഴത്തെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ദൃശ്യാവിഷ്കാരം നടന്നത്. അന്ത്യ അത്താഴ രംഗങ്ങളെ അതീവ മോശമായ വിധത്തിൽ അനുകരിച്ച് ഡ്രാഗ് ക്വീനിന്റെ വേഷവിധാനങ്ങളോടുകൂടെയാണ് പാരഡി പ്രകടനം നടന്നത്. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനും ടെസ്ല കമ്പനിയുടെ മേധാവിയുമായ ഇലോൺ മസ്ക്, സ്പെയിനിന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗ് എന്നറിയപ്പെടുന്ന ലാ ലീഗയുടെ പ്രസിഡന്റ്, അമേരിക്കൻ നാഷണൽ ഫുട്ബോൾ ലീഗിലെ താരങ്ങൾ, ഗവേഷകർ, വിവിധ മെത്രാന്മാർ അടക്കം നിരവധി പേരാണ് സംഭവത്തെ അപലപിച്ച് രംഗത്ത് വന്നത്. ഭാരത കത്തോലിക്ക സമിതിയും സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.